ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും മോനെ എണീറ്റിട്ടുണ്ടായിരുന്നു. ആളെ ഒന്ന് ഫീഡൊക്കെ ചെയ്ത് ഞാൻ തൊട്ടിയിൽ കിടത്തി ഉറക്കുകയാണ് രാവിലെ ചെയ്യുന്നത്. അപ്പോൾ ആൾ കുറച്ച് നേരം കിടന്നോളും. ഇവിടെ എപ്പോഴും എങ്ങനെയാണ് കേട്ടോ, ഒത്തിരി കിളികളുണ്ടാവും നമ്മുടെ ഈ മരത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് എപ്പോഴും ഒരുപാട് കിളികളുടെ കരച്ചിൽ നമുക്ക് എപ്പോഴും കേൾക്കാം. പിന്നെ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ മുറ്റത്ത് നിറച്ച് ഇലകൾ വീണ് കിടക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് കരുതി. ഫ്രണ്ടിൽ മാത്രമേ ഞാൻ അടിക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് മുറ്റത്തിൻ്റെ ചുറ്റും മരങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് ഇലകൾ എപ്പോഴും വീണ് കിടക്കും. അപ്പം ഞാൻ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. കാരണം യൂട്യൂബിൽ ഞാനൊരു ബിഗിനറാണ്. അതിൻ്റെ എല്ലാ പോരായ്മകളും ഈ വീഡിയോസിലുണ്ടാവും. പക്ഷേ ബിഗിനർ എന്നുള്ളൊരു നിലയിൽ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. മിറ്റമൊക്കെ അടിച്ച് കയറി വന്നു കഴിഞ്ഞപ്പം ഞാൻ 3 ദിവസം കൂടുമ്പോൾ ഷീറ്റ് മാറ്റി. നമുക്ക് കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ 3 ദിവസം കൂടുമ്പോൾ ഷീറ്റ് മാറ്റിയിട്ടാണ് പുതിയത് വിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇരിക്കാമെന്നോർത്ത് ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് നമ്മുടെ ബെഡ് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിട്ടോ. നമ്മുടെ മുറി പകുതി ക്ലീൻ ആവും. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കിഴങ്ങറിയായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചധികം തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. തുണിയൊക്കെ മടക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടിച്ചു വരാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. കാരണം നമുക്ക് ഈ ചൂട്ടിനുള്ളതുകൊണ്ട് തന്നെ അവൻ കുറേ പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിടും. പിന്നെ പൊടിയുണ്ടല്ലോ. അപ്പം അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തുണി വിരിക്കാനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നല്ല താമസിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്നും രാവിലെയാണ് വിരിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു, നല്ല ചൂടുമായിരുന്നു. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്കും ആ വെയിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഇന്നൊരു മൂടൽ പോലെയായിരുന്നു. വെയിൽ തെളിഞ്ഞും വെയിൽ പോയൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ തുണിയാട്ടോ നമ്മൾ ഈ സ്റ്റാൻഡിൽ വിരിക്കുന്നത്. ഈ ചുട്ടൻ്റെ കുഞ്ഞിൻ്റെ തുണിയാണ് നമ്മൾ സ്റ്റാൻഡിൽ വിരിക്കുന്നത്. തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറുണ്ണാനാണ് പോയിട്ടുണ്ട്. ഊണ് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. ഇതൊരു ചെറിയ മിനി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.